ഹേ ഡാർലിങ്സ്, സോ ഞാൻ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇത് ജൂൺ 6 ഒക്കെ സംഭവിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ. വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ഇറങ്ങാൻ പറ്റി. ആക്ച്വലി ഞാൻ പോകുന്നത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ അവൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഊബർ എടുത്തു കഴിഞ്ഞാൽ ഒരു 130-150 റുപ്പീസൊക്കെ ആണ് എനിക്കായത്. അവിടെ ബാംഗ്ലൂർ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ മെത്തേഡ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും കാണാത്തൊരു വ്ളോഗ് ഉണ്ട്, എനിക്കറിയാം. ഇത് പറ്റിയെന്ന് ഒരുപാട് പേര് വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും പറ്റിയതല്ല. അവരതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇട്ടിരിക്കുന്നു എന്നുള്ളൂ. ഷോൾഡറിന് ചെറിയൊരു പെയിൻ ഉണ്ട്. ഞാനും നന്ദൂട്ടനും കൂടി ഞങ്ങളുടെ ത്രിമൂർത്തികളിൽ മൂന്നാമനായിട്ടുള്ള അരുണനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അരുണൻ ഹാഡ് നോ ക്ലൂ ദാറ്റ് ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയേനെ, കാരണം ഞങ്ങൾ തലേന്ന് പോകാനിരുന്നതാണ്. എനിവേസ് അന്നത്തെ സർപ്രൈസ് എന്താണെങ്കിലും വർക്കൗട്ടായി. അരുണനെ ഞങ്ങൾ കണ്ടു. ഹിയർ ഈസ് അരുണൻ. ഞങ്ങൾ മൂന്നുപേരായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും ഒന്നിച്ച് നടന്നിരുന്നതും. ഞങ്ങൾ ത്രിമൂർത്തികൾ എന്നാണ് ഞങ്ങളുടെ പാരൻസ് എന്നെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരുണനെയൊക്കെ മീറ്റ് ചെയ്ത്. ഇവർ രണ്ടുപേരും ഗിറ്റാർ പ്ലെയേഴ്സാണ്. അരുണൻ ആക്ച്വലി ഗിറ്റാർ ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൈക്കോളജി തന്നെയാണ് പഠിച്ചതെങ്കിൽ പോലും പുള്ളിക്ക് ഇതിലും ഒരു പാഷൻ ഉണ്ടായിരുന്നു. ആൾ ട്രിനിറ്റിന്നോ മറ്റോ ഇതിൻ്റെ എന്തൊക്കെയോ ഗ്രേഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഐ എം റിയലി സോറി. അനന്തു ആണെങ്കിലും ഇപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട്. അവൻ ഇനീഷ്യലി യൂട്യൂബിൽ നിന്നൊക്കെ ഇത് നോക്കി പഠിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ ഹീസ് ട്രെയിനിങ് ഹിംസെൽഫ്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടുള്ള കുറച്ചധികം ജാമിങ് സെഷൻസാണ് നമ്മൾ കാണുന്നത്. ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ അവരുടെ ജാമിങ്? എങ്കിൽ ഞങ്ങൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിനാണോ ബാംഗ്ലൂർ വന്നിട്ടുള്ളത് അവിടേക്കാണ് കേട്ടോ. ഇതൊരു മലയാളിയുടെ കടയാണെന്നും പറഞ്ഞ് ഒരെണ്ണം കാണിച്ചു തന്നതാണ്. ഇതാണ് കാർമലാരം റെയിൽവേ സ്റ്റേഷൻ. ഇത് അരുണൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഹൊസൂർക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. മെമു ആണ്. ഇവിടെ നിന്ന് ഹൊസൂർക്ക് മെമു മിക്കവാറും ഒരു മണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഇടവിട്ടുള്ളതാണ്. ഇത് വേറൊരു മലയാള ചന്ത കടയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാണ്ടൊക്കെ ട്രെയിനിൽ കയറാനൊക്കെ പറഞ്ഞു വെച്ചു. അരുണനാണ് ഇങ്ങനത്തെ ഓരോ കടകളൊക്കെ ഞാൻ പിടിക്കാന്ന് പറഞ്ഞല്ലേ. പഴംപൊരി, പരിപ്പുവട, ഉള്ളിവട. സുഖിയനില്ല. ഇത് സുഖിയനാണോ ബോണ്ടയാണോ? സുഖിയൻ. ഞാൻ പറഞ്ഞതാ. അതെ മോളെ, ബാംഗ്ലൂരാണ്. ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഓടും. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വെറുതെ വഴി കൂടെ പോവാൻ. ഇത് വിൻഡോ ആണ് ഗൈസ്, വിൻഡോ. എസ്തെറ്റിക്സ്. ശരി, അൽഷബാസ് കഴിഞ്ഞില്ലായിരുന്നോ? പിന്നെയും ആരോ ആരോ ആരോ
യെസ്, അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിലുക്ക ഫാംസിലേക്കാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന സമയത്ത് കിലുക്ക ഫാംസിലേക്ക് പോകാനായിട്ട് ഹൊസൂർ വരെ നമ്മൾ ട്രെയിൻ എടുത്തു. ഹൊസൂരിൽ നിന്ന് ഞങ്ങൾ പിന്നെ ബസ് എടുത്തിട്ടും അവിടെ നിന്ന് ശൂലഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. ആ ശൂലഗിരിയിൽ നിന്ന് നമ്മൾ ഓട്ടോയാണ് ഈ പറയുന്ന ഫാം ഹൗസിലേക്കുള്ളൂ. കേരള ഫാം എന്നും കേരള എസ്റ്റേറ്റ് എന്നും എല്ലാമാണ് ആ നാട്ടുകാർക്കിടയിൽ സ്ഥലം അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നത്. ഐ തിങ്ക് എക്സാക്ട്ലി ആഫ്റ്റർ 1 ഇയറിന് മേലെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ടൈം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പോയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. അത് കണ്ണൂരായിരുന്നു. അപ്പം ഇത് ഞാനും അനന്തുമാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടതും ഓൾസോ ഞങ്ങൾ ഈ പോകുന്ന ദിവസം എന്ന് പറയുന്നൊരു ഫ്രൈഡേ ആണ്. സോ പുള്ളിക്ക് ലീവുള്ള ദിവസമാണ്. അങ്ങനെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ വീഡിയോസ് ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെയൊക്കെ പരിചയം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ നിന്നാണ്. അപ്പോൾ പോണ്ടിച്ചേരി തമിഴ്നാടിൻ്റെ ഒരു ആ ഒരു ഇത് എസെൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഈ പൂക്കളും നാരങ്ങയും വെറ്റിലയും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് മാർക്കറ്റ്സിലൊക്കെ കാണാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. 37 എന്നാണ് പറഞ്ഞത് ബസ് നമ്പർ. ഈ ബസ് അങ്ങോട്ട് പോകും, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ 37-ാം നമ്പർ ബസ് എടുത്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശൂലഗിരിയിലേക്കാണ്. തമിഴ്നാട്ടിലെ ബസ്സുകളിൽ കയറുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗേൾസിന് ബസ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. തമിഴ്നാട്ടിലെത്തിയാൽ നമ്മളെപ്പോഴും പറ്റിക്കപ്പെടുന്നത് ഓട്ടോക്കാരുടെ മുന്നിലാണ് സംഭവിക്കുന്നത്. ഈ ഓട്ടോയിലാണ് ഞങ്ങളെ ഫാമിലേക്ക് കൊണ്ടുപോകുന്നത്. വി വെയർ ഓൾസോ ഡിസ്കസിങ് ലൈക്ക് ഈ ഒരു വണ്ടി നമുക്ക് ക്യാമ്പിൻ്റെ സമയത്ത് കിട്ടുമായിരുന്നു എങ്കിൽ ഇതിൽ തന്നെ നമുക്കൊരു 10 പേര് 12 പേരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ശൂലഗിരിയിൽ നിന്നും നമ്മളുടെ ഫാമിലേക്ക് 350 രൂപയാണ് ഈ ഒരു ഓട്ടോയ്ക്ക് വാങ്ങുന്നത്. പോകുന്ന വഴി മുഴുവൻ നമുക്ക് ധാരാളം കൃഷിയിടങ്ങളൊക്കെ കാണാം. പല തരത്തിലുള്ള കൃഷികൾ ലൈക്ക് കോളിഫ്ലവർ ആണെങ്കിലും മാംഗോസ് ആണെങ്കിലും. മാംഗോസ് ഒത്തിരി ഇതിൻ്റെ അകത്ത് കണ്ടില്ല, പക്ഷേ കണ്ട മാംഗോസിൻ്റെ കാഴ്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആടിപ്പാടി എൻജോയ് ചെയ്ത് ചേട്ടനായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അത്രയും വില്ലേജ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ കിലുക്ക ഫാംസിലേക്ക് എത്തുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.